കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. സൾഫർ പ്ലാന്റിലെ കൺവെയർ ബെൽറ്റിലാണ് ആദ്യം തീപിടിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തുകയാണ്. തീപിടുത്തത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ 24-ന്. ये इसमें आग लग गया नीचे. വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ആൻമരിയ ഉണ്ട്. ആൻമരിയ, എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? എന്താണ്? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കഴിഞ്ഞു. ലേറ്റസ്റ്റ് വിവരങ്ങൾ. ഏകദേശം ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10ഓളം യൂണിറ്റുകൾ എത്തിയാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡിലുണ്ടായ ഈ തീപിടുത്തം അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നത്. ഏകദേശം 10ലധികം യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തവുമാണ്. കൊച്ചി തുറമുഖത്ത് എറണാകുളം വാർഫിലെ Q10 ഷെഡിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് കൺവെയർ ബെൽറ്റിനാണ് തീ പിടിക്കുന്നത്. അതിനുശേഷം ഈ സൾഫറിലേക്ക് തീ എത്തുകയായിരുന്നു. സൾഫർ നമുക്ക് അറിയാവുന്നതാണ്, അത് ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അപകടത്തിലേക്കും സാധ്യത ഉണ്ടാകേണ്ടതാണ്. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒന്നും ഉണ്ടാകാതിരുന്നത്. പക്ഷേ സൾഫറാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പരിസര പ്രദേശങ്ങളിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇതിന്റെ ദുർഗന്ധം, അത് ഈ ശ്വാസതടസ്സം പോലെ നമുക്ക് വളരെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏകദേശം 6:30 കൂടിയാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ആദ്യം മട്ടാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഈ പ്രദേശത്തേക്ക് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീടാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതും തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ഷെഡിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇത് നിയന്ത്രണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത. വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ സൾഫർ ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെയും തീ കത്താനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിലവില് ഈ 10ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചില യൂണിറ്റുകൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും നിലവിൽ 2-3 യൂണിറ്റുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും വെല്ലിംഗ്ടൺ ഐലൻഡിൽ തീ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷേ തീ നിയന്ത്രണ വിധേയമായി എന്ന് അറിയുമ്പോൾ സന്തോഷം.